യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്തമാരടക്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ സന്ദീപ് തോമസ് നൽകും. സന്ദീപ്, പള്ളികൾ ആരാധനയ്ക്ക് തുറന്നുകൊടുക്കണം എന്നുള്ള ആവശ്യം നിലനിൽക്കുന്നു. എന്തൊക്കെയാണ് യാക്കോബായ സഭ മുന്നോട്ട് വയ്ക്കുന്നത്? ഫിജി, പള്ളികൾ അടച്ചിട്ടിരിക്കുന്ന പള്ളികൾ ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുക, വിശ്വാസികളുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുക, സഭാ തർക്കത്തിൽ സർക്കാർ ഒരു സുതാര്യമായ ഏകപക്ഷീയമല്ലാത്ത നിലപാട് സർക്കാർ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പുരോഹിതർ ഉന്നയിക്കുന്നത്. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അത്രയും യാക്കോബായ സഭയിലെ പുരോഹിതരാണ്. സഭയ്ക്ക് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നതാകട്ടെ മെത്രാപ്പൊലീത്തമാരും. ഏതാണ്ട് 30 മെത്രാപ്പൊലീത്തമാർ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നു. തിരുവനന്തപുരത്തെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നും രാവിലെ റാലിയായാണ് പുരോഹിതർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് എത്തിച്ചേർന്നത്. തുടർന്ന് സൂറദോസ് സെക്രട്ടറി ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് സമരം ഉദ്ഘാടനം ചെയ്തത്. സമരത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനായി 4 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടത് MLA-മാരായ സാജു പോൾ, TU കുരുവിള, അതുപോലെ തന്നെ തുടങ്ങി മൂന്ന് ഇടതുപക്ഷ MLA-മാർ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. ശരി സന്ദീപ്, ന്യൂസിൽ ഇടവേളയ്ക്ക് ശേഷം 1 മണി.